വർഷവും ഞങ്ങൾ സമ്മർ ട്രിപ്പ് പോകാറുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇത്തവണയും ഞങ്ങൾ പോകുന്നത് ടൊബർമുറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കുറച്ച് ഹറിബറി ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് പാക്കിങ് മാത്രമല്ല ടാനിയുടെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോവാണ്. പിന്നെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മിസ്സിസാക്ക എല്ലാവരും കൂടി മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ടാനി ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അവന് ഇത്ര നേരത്തെ എണീക്കാറില്ല, പക്ഷെ ഇന്ന് ട്രിപ്പ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ന് ആൾ നല്ല അടിപൊളിയായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ നേരെ ഇനി മിസ്സിസാക്ക പോവാണ്. അവിടെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, ശരവണ ഭവൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ, മസാല ദോശ അതൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വരുമ്പോഴൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷേ ഞാൻ ആകെ 1-2 വട്ടം ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഭക്ഷണം കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ മസാല ദോശ അടിപൊളി എന്ന് പറഞ്ഞാൽ പേപ്പർ മസാല ദോശ ഉണ്ടല്ലോ, അതാണ്. അപ്പം അഗേട്ടൻ ടാനിനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇത് ഈ കറിയിൽ മുക്കി കഴിക്കുക എന്നുള്ളത്. ടാനി കറിയൊന്നും കൂട്ടി കഴിക്കാറുള്ള ആളല്ല, പക്ഷെ അഗേട്ടൻ പറഞ്ഞുകൊണ്ട് അവൻ അതുപോലെ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ താലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും താലി ഓർഡർ ചെയ്യാം. അപ്പോൾ ടാനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചായിരുന്നു, പക്ഷെ അവൻ അത് കഴിച്ചില്ല. അവൻ അഗേട്ടൻ്റെ ദോശയാണ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ പോകാൻ വിചാരിക്കുന്നത് ടൊബർമുറി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോവാം. ടാനിനെ ഞാൻ കുറച്ചൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് പാൽ കുടിക്കേണ്ടി വരും, അവന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം മാറാൻ ഞാൻ അവനെ ഒന്ന് സെറ്റാക്കി അവന് പാട്ടൊക്കെ ഇട്ടെടുത്തു. അവനൊന്ന് വൈബ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവന് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു 3-4 മണിക്കൂറേ സമയം വരുന്നുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം കേട്ടോ. ആ ഒരു ഇത് വെച്ചിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എന്തായാലും ഇത്തവണത്തെ സമ്മർ ട്രിപ്പ് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും ഉണ്ട്. ടാനി ഏതായാലും അവന് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതൊരു ബ്ലൂ മൗണ്ടൻ വില്ലേജാണ്. ഞാനും ഇവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞാനിവിടെ കാനഡയിൽ വന്ന സമയത്ത് വരണം എന്ന് വിചാരിച്ചൊരു സ്ഥലം കൂടിയായിരുന്നു. പക്ഷേ സമ്മറിൽ മാത്രമല്ല, ഇവിടെ വിൻ്ററിൽ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. വിൻ്ററിൽ ഞാൻ വന്നിട്ടില്ല, പക്ഷെ നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇവിടെ സ്കീയിങ് കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിവിടെ ഏതായാലും വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ച്. ഇന്ന് ഇവിടെ ഏതായാലും ഈ റൈഡുകളിലൊന്നും നമുക്ക് കുട്ടികളെ വെച്ച് കയറാൻ പറ്റിയ റൈഡല്ല, അത് കുറച്ച് അഡ്വഞ്ചർ ടൈപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് ഇനി നേരെ നമ്മളൊരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു 3 ദിവസം സ്റ്റേ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും കൂടിയായിട്ട് ഒരു വെക്കേഷൻ അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അടിപൊളിയാണോ? ഓറിയാണോ? ഞങ്ങൾ ഈ വില്ലേജ് ഒന്ന് ജസ്റ്റ് നടന്ന് കണ്ടിട്ട് ഇനി നേരെ പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഐസ്ക്രീം സ്റ്റോർ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങളിത് ഐസ്ക്രീം വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. കുട്ടികളേതായാലും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ പൊതുവേ പുറത്തിറങ്ങുമ്പോൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഐസ്ക്രീം ആർക്കും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഐസ്ക്രീം മാത്രമല്ല, ഇവിടെ സ്റ്റാർബക്സ് അങ്ങനെ ഒരുപാട് സ്റ്റോറുകൾ ഇവിടെ കാണുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഫുഡ് ഏതായാലും കഴിച്ചിറങ്ങിയതായതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾ വേറെ ഫുഡൊന്നും വാങ്ങിക്കുന്നില്ല. കുട്ടികൾക്ക് കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്താ ചിരി? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചെടുത്തു. ഇതാ ആള് സ്ട്രോളറിനൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇനി അവന് ഒറ്റയ്ക്ക് ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ആള് പോകുന്നുണ്ട്. എന്തായാലും അവനതും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വിൻ്ററിലാണ് വരാറ് കേട്ടോ, സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇതാ ഈ കാണുന്നത് വിൻ്ററിൽ സ്കീയിങ്ങിന് വരുന്ന സ്ഥലമാണ്.
ഇവിടെ വിന്ററിൽ വന്നാൽ നല്ല ഭംഗിയാന്ന് കേട്ടോ പറയുന്നത്. പക്ഷെ ഞങ്ങൾ വന്നിട്ടില്ല. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇപ്പം എന്നാ വരുന്നത്. ഇത് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ വിന്റർ ആവുമ്പോൾ മഞ്ഞായിരിക്കുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്കീ ചെയ്ത് വരുന്ന ഒരു സംഭവമാണിത്. കുറേ റൈഡുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൺഡേ അല്ല സാറ്റർഡേ വരാമെന്നാണ് വിചാരിക്കുന്നത്. സൺഡേ ഏതായാലും നമ്മൾ റിട്ടേൺ പോവും. അപ്പം നമ്മളൊരു 3-4 ദിവസത്തെ ട്രിപ്പിന് ഇറങ്ങിയതാണ്. അവിടെ ടാനി ബേബി ഡാൻസ് ചെയ്യാണോ? ഡാൻസ് ഡാൻസ് ഡാൻസ്. ഓ ഓ ഓ എവിടെ എയറോപ്ലെയിൻ ആണോ? എൻ്റെ പൊന്നെ, ഞാൻ പെട്ട്. ഇതേ ഒരു രക്ഷയില്ല കേട്ടോ. ഇവന് തരുന്നില്ല. അതും സ്ട്രോളറും ഇങ്ങനെ നടക്കണ ആള് വാങ്ങിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ ഒറ്റക്ക് ചെയ്യണമെന്നും. ഇതാണ് ഇപ്പൊ പുതിയ പരിപാടി. നീ എന്താ ചെയ്യുന്നേ? കുറച്ച് നേരം നമ്മളിവിടെ എല്ലായിടത്തും ഒക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ റൈഡുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ വാട്ടർ ബേസിക് ആയിട്ടുള്ള കുറേ, അതായത് സ്വിമ്മിംഗ് പൂള് മാത്രമല്ല, കുറേ വാട്ടർ ബേസിക് സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ വിചാരിച്ച വേറൊരു ദിവസം വരണം എന്നാണ്. ടൈം കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു ദിവസം വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കൂട്ടിയിട്ടതാ ഇതിലൊക്കെ പോകാൻ നല്ല രസമായിരിക്കും. ഒരുപാട് റൈഡ് കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വരവല്ല ഇപ്പോൾ വന്ന്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്നും ഇവിടെ കാണാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇറങ്ങിയതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ സൈഡിലൂടെ പോവാണ്. എന്തായാലും ട്രിപ്പ് വരുമ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അത് നിർബന്ധമായ ഒരു കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്തായാലും ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകും. വീട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ. ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ വീട്ടിൽ Airbnb ബുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ ആ ഒരു വീട്ടിലാണ് നമ്മൾ 3 ദിവസം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു അടിപൊളി ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ വെള്ളം ഒഴുകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വരുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ വീട്ടിൽ തന്നെ എല്ലാ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം കേട്ടോ. ടാനി ഉറങ്ങിയപ്പോൾ ഞാനിതാ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ 3 ദിവസം സ്റ്റേ ചെയ്യാനുള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഒരു ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടുകഴിഞ്ഞ ഒരു വിൻറ്റേജ് ഹോം. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ പറയായിരുന്നു പ്രേതാലയം ടച്ച് തോന്നുന്നുണ്ടെന്ന്. സൈഡിൽ എല്ലാം ഭയങ്കര ഏരിയ ഉണ്ട് കേട്ടോ. ബാക്ക് യാർഡും കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അങ്ങനത്തെ സെറ്റപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി അകത്ത് പോയിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെ ബാർബിക്യൂ മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഇനി അകത്തോട്ട് കയറി നോക്കാം അവിടെ എന്താന്ന് കാണല്ലോ. ഞങ്ങളാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് വന്നത്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് റൂമാണ് കിട്ടിയത്. അവർ നല്ല അടിപൊളി റൂമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു കുഞ്ഞു റൂമാണ്. എനിക്ക് ഈ റൂം ഏറ്റവും നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഫുൾ മിറർ ഗ്ലാസ് ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് റൂം. ഈ റൂം എനിക്കിഷ്ടമായി. ഇവിടെ അവർ AC എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ എല്ലാത്തിലും നമുക്ക് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബേബീസ് ഉണ്ടെങ്കിൽ ഇതാ അവർക്ക് പറ്റിയ ക്രിബും കാര്യങ്ങളും ബെഡും എല്ലാം ഉണ്ട്. കുട്ടികളെ കിടത്താനുള്ള സൗകര്യം ഈ ഒരു റൂമിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഒന്ന് ഫ്രഷായി ഞങ്ങൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതാ ഇവിടെ അവർ ഹോട്ട് ടബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതാ ഇവർ കുറച്ച് കഴിഞ്ഞാൽ ഹോട്ട് ടബിലൊക്കെ ഇരിക്കുമായിരിക്കും. ഏതായാലും ഞങ്ങൾ അതിലേക്കൊന്നും നിൽക്കുന്നില്ല. എന്നാലും വന്ന ക്ഷീണമല്ലേ, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ടാനിക്കൊക്കെ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ്. ഫുഡൊക്കെ കുക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോകുന്നുള്ളൂ. ബാക്കി ഫുൾ ഡേ വീട്ടിലിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. ഞാൻ പിന്നെ എവിടേക്കോ മിററുണ്ട്, അവിടേക്ക് പോയി വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മിററിൽ നോക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതേ ബാക്ക് യാർഡൊക്കെ സെറ്റപ്പാണ്, നല്ല രസമായിട്ടുണ്ട്. കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനുള്ള ബാക്ക് യാർഡൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും. ഹായ് ഗൈസ്, നിങ്ങളെ റൂമാണോ ഇത്? ആരെ പറ്റിച്ചേ? ആണല്ലേ, ശരിയാ. ഇവിടെ വ്യൂ ഉണ്ടോ? വ്യൂ ഉണ്ട്. കള്ളമാര് ആണോ? ഏറ്റവും ബെസ്റ്റ് റൂം ഞങ്ങൾക്കാണ്. അത് കേറി വന്നിട്ടക്ക് അവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ തോന്നുന്നു. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ചെറിയ മഴ പൊടിയുന്നോണ്ട് നമുക്ക് നാളെ പോവാം. അവിടെ വെള്ളം അരുവിയൊക്കെ ആയിട്ട്. ഈ വീട് ഒരു സത്യം പറഞ്ഞാൽ വിൻറ്റേജ് വൈബാണ്. ഉള്ളിൽ ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ട് ഒരു പഴയ ഒരു ട്രഡീഷണൽ വീടാണ്. പക്ഷെ ഇതിൻ്റെ ബാക്ക് യാർഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സ്പേസ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് പുറത്തിരിക്കുന്നില്ല. അപ്പം എന്തായാലും അകത്തെല്ലാവരും നല്ല കുക്കിങ്ങിലാണ്. അകത്ത് പോയി വെക്കാം. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കുട്ടികൾക്ക് ആദ്യം ഫുഡ് കൊടുക്കുകയാണ്, എന്നിട്ട് ഞങ്ങൾ ഏതായാലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിക്കനൊക്കെ ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം ആയിട്ടുള്ളൂ, ഇരുട്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് പുറത്ത്. നല്ലൊരു വെതറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ അകം. ഉള്ളിലുള്ള ഇൻറ്റീരിയർ അവർ നല്ല വിൻറ്റേജ് ടൈപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഭയങ്കര പഴക്കമുള്ളൊരു വീടാണ്. പക്ഷെ അവർ കുറച്ചൊരു ഇൻറ്റീരിയറും സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം പഴയതാണ്. എന്നാലും അവരത് റിനോവേഷൻ ചെയ്തിക്കണ്. ഇതിൽ ഫുൾ അവർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി എന്ത് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മസാല കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നെ ചായ ഉണ്ടാക്കാനുള്ള ഷുഗർ, സോൾട്ട് അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അവർ നമുക്ക് ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ വെൽക്കം ചെയ്യാൻ കുട്ടികൾക്ക് പറ്റിയിട്ട് കുറേ നല്ല ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ കോഫി മെഷീൻ, സാൻഡ്വിച്ച് ടോസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ബാർബിക്യൂ ചെയ്യാണ് ചിക്കന്. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല റെസ്റ്റ് എടുക്കും. എന്നിട്ട് നാളെ നമ്മൾ പുറത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാർബിക്യൂ മെഷീനിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് അടിയിൽ എന്തോ കോട്ടിംഗ് ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കത്തി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ചിക്കനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ പറയാ, നല്ല കുത്തരി ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കുളിച്ച് കുട്ടികളൊക്കെ മാറ്റിച്ച് ഞങ്ങളിതാ ഒരു ക്രൂസ് കാണാൻ വന്നതാണ്. ഇവിടെ അടുത്തുള്ള ഒരു ക്രൂസ് തന്നെയാണ് കാണുന്നത്. ഇവിടെ ജസ്റ്റ് ഇന്ന് ഇതിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ ബോട്ടിലൊന്ന് പോവും. എന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഇന്ന് ഇവിടെ ഫുൾ കംപ്ലീറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യും. ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അവർ ഐലൻഡിൽ ഇറക്കിയിട്ട് നമുക്ക് അവിടേക്ക് ഒന്ന് കാണാം. അതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ. ഇവരിവിടെ ഒരു ബസ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇനി ഇവർ നേരെ നമ്മളെ ബോട്ടിലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർ ബസ് നിർത്തും. നമുക്ക് ബസ് ഇറങ്ങിയിട്ട് നമുക്കിനി, അതായത് ടൈം നമ്മൾ കറക്റ്റ് ടൈമിലാണ് വന്നിട്ടുള്ളത്. ഇവർ ബോട്ട് എടുക്കാൻ ടൈം ആയിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇനി നേരെ ബോട്ടിലോട്ട് പോവാം. ബോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുള്ള് നമ്മളിതാ വെള്ളത്തിന് നടുവിൽ നമ്മൾ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ. നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഏതായാലും നമ്മൾ കുറച്ച് നേരം ഈ ബോട്ടിൽ ഇങ്ങനെ കറങ്ങും. എന്നിട്ട് അവരൊരു സ്ഥലത്ത് നമ്മൾ നിർത്തും. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവർ കംപ്ലീറ്റ് പറഞ്ഞു തരുന്നുണ്ട്, ഈ ഷിപ്പിനെ പറ്റിയിട്ടും ഈ സറൗണ്ടിങ്സും എല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഇവിടെ ഒരു കപ്പൽ മുങ്ങിയിട്ടുണ്ട്. ആ കപ്പൽ നമുക്ക് ഇതിലൂടെ അവർ കാണിച്ചു തരും. ഈ വെള്ളത്തിൽ ആ കപ്പൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പിടിച്ചോ കപ്പൽ കാണുന്നുണ്ടോ? അൽ കപ്പൽ മയ്യത്തും ഫോണ് വീണാലോ. ഓ ഇതാണല്ലേ അടിപൊളി. ഓ മുങ്ങി കിടക്കാണ്. അവിടെ ഉണ്ടോ? അവിടെ അതന്നെ എടുത്തോണ്ടിരിക്കും. സെമി ഞാൻ എടുക്കുന്നോറ് സെമിയുടെ നെഞ്ചിൽ ഈ ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ മുങ്ങി കിടക്കുന്ന ബോട്ടിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങളും നമുക്കിതാ ഈ ഗ്ലാസ് വഴിതാ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഭയങ്കര അത്ഭുതത്തിൽ നോക്കുകയാണ്. വെള്ളത്തിനടിയിൽ ബോട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്ക് ഇങ്ങനെ ആയിരിക്കില്ലേ ഈ ടൈറ്റാനിക് കപ്പലൊക്കെ മുങ്ങിക്കിടക്കുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നേ. നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഇത്ര വലിയ ഒരു ബോട്ടാണ് ഇത് എന്നറിയോ ഈ മുങ്ങിക്കിടക്കുന്നത്. ടാനിക്ക് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ യോഗ ഡ്രിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ആളെ ഒന്ന് ഒതുക്കി നിർത്തിക്കുകയാണ് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇനി നമ്മളിതാ ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ ഇവിടെ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ട്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടേ. നമ്മൾ ഇനി ബോട്ട് തിരിച്ചു പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ ബോട്ടിൽ കയറി പോവാം. അതുവരേക്ക് നമ്മൾ ഇവിടെ ഈ ഒരു കാട്ടിൽ കംപ്ലീറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇഷ്ടം പോലെ നമുക്കുണ്ടേ. ഇവിടെ വെള്ളത്തിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് നൈസായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കയ്യിൽ പോയ പോലെ എന്റെ കയ്യിലോട്ട് അങ്ങനെ മനസ്സിലായില്ലല്ലോ. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീച്ച് സൈഡ് ഒക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല പ്യോർ വെള്ളമാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഇത് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഈ തിരക്കിനിടയിൽ എല്ലാവരും കൂടി ഫ്രീ ആയിട്ടൊരു ഡേ കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 3-4 ദിവസത്തെ ട്രിപ്പിന് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. കുട്ടികളാണെങ്കിൽ അതിലേറെ എൻജോയ് ചെയ്തു. എനിക്ക് ഈ ഒരു കാട്ടിൽ പോയതൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറേ നേരമൊന്നും നിന്നില്ല കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ള കാരണം അധികം അങ്ങോട്ട് പോകാൻ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഏകദേശം സമയം കുറേ ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഇറക്കി തന്ന കപ്പലുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഇനി പോകണം. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് നടക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന് മുന്നേ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ കപ്പലെത്തി, ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്തായാലും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇന്ന് നേരെ വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. രാവിലെ ഇന്ന് ഏതായാലും ഞാൻ ജസ്റ്റ് രാവിലെ ആയപ്പോൾ തന്നെ പുറത്തൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ വീട്ടിലങ്ങനെ നിന്നിട്ടില്ല, പുറത്തായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്യാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഇന്ന് ഇവിടെ ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ പുറത്തിറങ്ങിയാണ്. എങ്ങനെയാണ് ഇവിടെ അടുത്തൊരു വരുവിണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ടാനി അവിടെ അകത്ത് ഭയങ്കര ഉറക്കാണ്. അപ്പോൾ അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്കിതാ ഇവിടെ ചെറിയ മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ എനിക്ക് നല്ല ഇഷ്ടമായത് ഇവരെ ഈ ബാക്ക് ഏരിയ ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെയുള്ള ഈ അരുവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഇവിടെ കറങ്ങിയിട്ടുള്ളൂ. ഇവിടെയുള്ളവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു ഡാം ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അരുവിയൊക്കെ നല്ല കുത്തൊഴുക്കിലാണ് കേട്ടോ വെള്ളം വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നേ ഇവിടെ എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമുണ്ട്. കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ്. അപ്പോഴേക്കും ടാനി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവരൊക്കെ ഇൻഡോർ ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലുള്ളവർ. അപ്പോൾ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവരതിൽ കളിയിൽ അങ്ങോട്ട് മുഴുകിക്കുന്നവർ. ടാനി അവിടെ സൈഡിൽ അവരെ പുറകെ നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഗെയിമൊന്നും കളിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് പോയി നോക്കണം. ഇനി എല്ലാവരും കൂടിയാണ് കുക്കിങ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഇത് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഈ അരുവിയിൽ കുട്ടികളൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളിതാ കുറച്ച് പേര് ഇവിടെ റീൽ എടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. കുട്ടികളാണെങ്കിൽ നമ്മളൊരു സൈഡിൽ പാർക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിവിടെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ടയേർഡായി പോവായിരുന്നു. പിന്നെ നമുക്ക് അത്ര എൻജോയ്മെന്റ് ഉണ്ടാവില്ലായിരുന്നു തോന്നി. ഇന്ന് എല്ലാവരും വീട്ടിൽ അങ്ങോട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ടാനി ഈ ട്രിപ്പ് എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇയർ ഞങ്ങൾ സമ്മർ ട്രിപ്പ് ഞങ്ങൾ പോയത് മോൺട്രിയൽ ക്യൂബക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. അതും നമ്മൾ ഇതുപോലെ എയർബിഎൻബി ബുക്ക് ചെയ്ത് പോയത് തന്നെയായിരുന്നു. അന്ന് ടാനിക്ക് 10 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു കേട്ടോ അവന് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെ. പക്ഷേ ഇവിടെ നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ആ ടെൻഷനില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇത്തവണ നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആവണമെന്ന്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. പിന്നെ എന്താ ഞങ്ങൾ രാത്രിക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഓരോ നേരം ഓരോ ആളുകളാട്ടോ ഫുഡ് കുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. അതിനിടയിൽ ടാനി അവനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്നാക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റത്തെ പരിപാടിയാണ് ക്യാമ്പ് ഫയർ. അപ്പോൾ കുട്ടികളെ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ഓർക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചു. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ട്രിപ്പാണ് ഞങ്ങൾ പോവാനായിട്ടോ. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു വീട്ടിൽ കുറേ നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ ലാസ്റ്റ് ടൈം ട്രിപ്പ് പോയപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ ലാസ്റ്റ് ഡേ ഭയങ്കര സങ്കടമായിരുന്നു. എന്തോ ഒരു മിസ്സിങ് ഇത് തോന്നിയിരുന്നു. ഇത്തവണത്തെ ട്രിപ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാവരും ഫ്രഷായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കുറച്ച് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. കുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഞങ്ങളിതാ ഇവിടെ അവർക്ക് നമ്മൾ വീട് കുറച്ച് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ ഇറങ്ങുന്ന മുന്നേ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ലാസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. രാവിലെ ഇങ്ങനെ ഫ്രഷൊക്കെ ആയി ഞങ്ങൾ ഡ്രസ്സപ്പൊക്കെ ചെയ്തു. പുറത്തിറങ്ങി കുറേ നേരം ഇവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇനി വേറെ എവിടെയെങ്കിലും പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നിനി
വേറെ ഒന്നും ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മൂഡില്ല. നേരെ ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് മെയിൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള മിസ്സസ് ആകെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ടാനി നോക്കിയേ, ടാനി ഫുള്ള് പുറകെ നിന്ന് മാറിയിട്ടില്ല. അവനെല്ലാവരും പുറകെ ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ ഗെയിം കളിക്കുകയാണെങ്കിൽ അവിടെ ആണെങ്കിലും എല്ലാവരും കൂടെ അവൻ അങ്ങോട്ട് സെറ്റായിരുന്നു. അപ്പോൾ അവനിതാ മാറ്റിയൊക്കെ ഒരുക്കി ഞങ്ങൾ പോവാൻ റെഡിയായി. അവന് പുറത്ത് ഈ ബാക്ക് യാർഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവനകത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീടിൻ്റെ അകത്തിരിക്കാൻ ഇഷ്ടമുള്ള ആളൊന്നുമില്ല. അപ്പോൾ അതേ അവന് പുറത്ത് മെറ്റലിൽ കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ലഗേജൊക്കെ നമ്മൾ കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യാണ് കേട്ടോ എവിടെ ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് ഈ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡേയും കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഒരു ദിവസം ഞങ്ങൾ കംപ്ലീറ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോകുന്നേക്കാളും രസം നമുക്ക് വീട്ടിലിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ടാനി 25 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയും, പാർക്കിനെയാണ് കേട്ടോ. പാർക്കിൽ ഓരോ റൈഡും 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് അവന് ഞങ്ങൾ കളിപ്പിച്ചിരുന്നത്. അപ്പം അതിനാണ് അവൻ 25 എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ട് കേട്ടോ. ഇവർ 3 ഒരു കൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ സമ്മർ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.